പാഠം 946. വാശിയിൽ വക്കീലും മോശമല്ല. ഹലോ, മോഹനകൃഷ്ണൻ അല്ലേ? അതെ, ഞാൻ ഹരിദാസാ, ഡെപ്യൂട്ടി തഹസീൽദാർ. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ മോഹനകൃഷ്ണനെ ഒരു സഹായത്തിനാ വിളിച്ചത്. എന്താ സാർ? എന്റെ ഏട്ടന്റെ മകൻ പ്രിയദർശൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നിൽക്കുക. സിവിൽ എഞ്ചിനീയറിംഗാ. ഇനി കുറച്ച് എക്സ്പീരിയൻസ് വേണം. ഏതെങ്കിലും വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ കുറച്ചുനാൾ ജോലി ചെയ്യാൻ പറ്റിയാൽ നന്നായിരുന്നു. അല്ല, അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ സാർ? മോഹനകൃഷ്ണൻ അല്ല, സത്യഭാമ വിചാരിച്ചാൽ നടക്കും. യോഹന്നാൻ കോൺട്രാക്ടറുടെ ഗാലക്സി കൺസ്ട്രക്ഷനിൽ ഒരു വേക്കൻസി ഉണ്ട്. സത്യഭാമയാണല്ലോ അവരുടെ വക്കീൽ. സത്യഭാമ പറഞ്ഞാൽ അവൻ ആ ജോലി കിട്ടും. അതിനെന്താ സാർ, ഭാമയോട് ഞാൻ പറയാം. പ്രിയദർശനോട് ഒന്ന് ഇവിടെ വരെ വരാൻ പറഞ്ഞാൽ മതി. ഇന്ന് തന്നെ വരാൻ പറയാം. ശരി സാർ. വലിയ ഉപകാരമായി മോഹനകൃഷ്ണ. സാറിനെ പോലൊരാൾ ഇങ്ങനെ ഒരു സഹായം ചോദിക്കുമ്പോ ചെയ്തു തരേണ്ടത് എന്റെ കടമയല്ലേ? ഓ, ശരി ശരി. വിളിച്ചാരാണെന്ന് മനസ്സിലായോ? ഇല്ല. ഡെപ്യൂട്ടി തഹസിൽദാർ ഹരിദാസൻ സാർ. അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഹരിദാസ് സാർ ഇടയ്ക്കിടയ്ക്ക് മോഹനേട്ടനെ വിളിക്കാറുള്ളതല്ലേ. മോഹനേട്ടന്റെ ആവേശം കണ്ടപ്പോ ഞാൻ കരുതി വിളിച്ചത് റവന്യൂ മന്ത്രിയോ മറ്റാണെന്ന്. ഹരിദാസൻ സാറ് വിളിച്ചത് എന്തിനാണെന്ന് അറിയാമോ? നിങ്ങളുടെ ആഫീസുകാരും വല്ലോ ആയിരിക്കും. അത് ഞാൻ അങ്ങനെ അറിയാനാ. ആഫീസ് കാര്യത്തിനൊന്നുമല്ല, ഹരിദാസൻ സാറിന്റെ ചേട്ടന്റെ മകന്റെ ഒരു ജോലിക്കാര്യത്തിന് വേണ്ടി. ആഹാ. പ്രിയദർശൻ എന്നാണ് ആ പയ്യന്റെ പേര്. എനിക്കറിയാം, പഠിക്കാനൊക്കെ നല്ല മിടുക്കനാ. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നിൽക്കുക. ആഹാ. പരീക്ഷയൊക്കെ 1ാം ക്ലാസ്സിൽ പാസ്സായി നിൽക്കുന്നെങ്കിലും കുറച്ച് പരിശീലനം കിട്ടണമല്ലോ. ഗാലക്സി കൺസ്ട്രക്ഷൻസിൽ ഒരു അപ്രന്റീസിന്റെ ആവശ്യമുണ്ടെന്ന് പത്രത്തിൽ പരസ്യം കണ്ടത്രേ. അവിടെ ഒരു ജോലി നല്ലതല്ലേ? പിന്നെ വളരെ നല്ലതാ. ഒരുപാട് കൺസ്ട്രക്ഷൻ വർക്കുകൾ അവര് നടത്തുന്നുണ്ടല്ലോ. ഹരിദാസ് സാർ പറഞ്ഞു. പക്ഷേ പെട്ടെന്ന് കാര്യം നടത്തണമെങ്കിൽ ശുപാർശ വേണ്ടിവരും. ഗാലക്സിയുടെ ഉടമസ്ഥൻ യോഹന്നാൻ കോൺട്രാക്ടർ ആണല്ലോ. നീയാണല്ലോ പുള്ളിക്കാരന്റെ കേസൊക്കെ വാദിക്കുന്നത്. അതുകൊണ്ട് നീ ഒന്ന് ശുപാർശ ചെയ്താൽ ജോലി കിട്ടുമെന്നാണ് ഹരിദാസ് സാർ പറയുന്നത്. അത് പറയാനായിട്ടാണ് പുള്ളിക്കാരൻ ഇപ്പോ എന്നെ വിളിച്ചത്. അല്ല, മോഹനയുടെ കാര്യമായിട്ടാണോ പറയണേ? പിന്നല്ലാതെ. ഞാൻ ഹരിദാസ് സാറിന്റെ ചേട്ടന്റെ മോന് വേണ്ടി യോഹന്നാൻ കോൺട്രാക്ടർ എടുത്ത് ശുപാർശ ചെയ്യണം. ഞാൻ ശുപാർശ ചെയ്താലേ ജോലി കിട്ടുള്ളൂ. അതെ. എനിക്കിനി മരിച്ചാലും വേണ്ടില്ല. സമയത്ത് ഉത്തരം വന്നു കളയും. ഞാൻ വന്നത് ആ പുഷ്പാങ്കദന്റെ കേസിന്റെ കാര്യം പറയാൻ വേണ്ടിട്ടാണ്. പുഷ്പാങ്കദന്റെ കേസൊക്കെ അവിടെ നിൽക്കട്ടെ ഉത്തമ. അതിനെക്കാട്ടിലും ഒരു ഗംഭീരമായ കേസല്ലേ ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഓ, അതാണ് ഇപ്പൊ ഇവിടെ ഡാൻസ് കളിച്ചതല്ലേ? അതേത് കേസ്? പറയാം. അത് ഒരു 1.5 കേസാണ്. നമസ്കാരം. കക്ഷി ഡെപ്യൂട്ടി തഹസിൽദാർ ഹരിദാസ് സാറാണോ അതോ വില്ലേജ് ഓഫീസർ കെ മോഹനകൃഷ്ണ സാറാണോ എന്ന് തീരുമാനമായിട്ടില്ല. എനിക്കൊന്നും മനസ്സിലായില്ല. ഉത്തമ, പറയുമ്പോ അതിൽ 1-2 ഫ്ലാഷ് ബാക്ക് വരും. ഫ്ലാഷ് ബാക്കിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കഥ ഏക്കൂല. കഥയാ? അതേന്ന് എന്റെ കൂടെ ജോലി ചെയ്യുന്ന വിദ്യാലക്ഷ്മി ഉത്തമ നന്നായിട്ട് അറിയാലോ. അതെന്ത് ചോദ്യം? വിദ്യാലക്ഷ്മി വക്കീലിനെ എനിക്ക് അറിഞ്ഞൂടെ? അപ്പോ ആ വിദ്യാലക്ഷ്മിയുടെ വല്യച്ഛന്റെ മോൻ ഒരു രാഹുലുണ്ട്. ഡിഗ്രി കഴിഞ്ഞ കമ്പ്യൂട്ടർ സയൻസിൽ എന്തോ ഡിപ്ലോമ ചെയ്തിട്ടുണ്ട്. ഇപ്പോ MBAക്ക് പോലുള്ള തയ്യാറെടുപ്പിലാണ്. ആ സമയത്താണ് നമ്മുടെ RK എക്സ്പോർട്ടേഴ്സ് അറിഞ്ഞൂടെ? പിന്നല്ലേ, വിദേശത്ത് പച്ചക്കറികൾ കയറ്റിയിരിക്കുന്ന കമ്പനിയല്ലേ? അതെ, അത് തന്നെ. അവിടെ ഒരു ജോലിക്ക് ഒഴിവന്നു. അന്വേഷിച്ചപ്പോ രാഹുൽ ആ ജോലിക്കുള്ള യോഗ്യതയൊക്കെ ഉണ്ട്. എങ്കിലും പരിചയമുള്ള ഒരാളുടെ ശുപാർശ കൂടി ഉണ്ടെങ്കിൽ നന്നായി എന്നറിഞ്ഞു. അയ്യോ, എന്റെ വക്കീലേ, നരേന്ദ്ര സാറിന്റെ അടുത്ത് ശുപാർശ ചെയ്യാൻ വേറെ ആളിനെ അന്വേഷിക്കേണ്ട കാര്യം എന്തോന്ന്? ഈ നിൽക്കുന്ന മോഹനയുടെ സാറ് നരേന്ദ്ര സാറിന്റെ സ്വന്തം ആളല്ലേ? അതെ,
അതെനിക്കറിയാം. അതുകൊണ്ട് വിദ്യാലക്ഷ്മി രാഹുലിന്റെ കാര്യം പറഞ്ഞ പാടെ ഞാൻ ഈ മഹാനായ വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണ സാറിന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു. മോഹനേട്ടാ, വിദ്യാലക്ഷ്മിയെ വിളിച്ചത്. വിദ്യാലക്ഷ്മി നിന്നെ എന്നും വിളിക്കാറുള്ളതല്ലേ? അതെ, ഇന്ന് പക്ഷെ വിളിച്ചത് ഒരു പ്രത്യേക കാര്യത്തിനാ. അവളുടെ വല്യച്ഛന്റെ മോൻ ഒരു രാഹുലുണ്ടേ. ഡിഗ്രി കഴിഞ്ഞ കമ്പ്യൂട്ടറിൽ ഏതോ ഡിപ്ലോമ കോഴ്സും കഴിഞ്ഞ് നിൽക്കുക. ആള് കേമന മോനട്ടാ. അതുകൊണ്ട് അല്ല, രാഹുലിന്റെ ഒരു ജോലിക്കാര്യത്തിന് വേണ്ടിട്ടാ വിദ്യ എന്നെ വിളിച്ചതേ. RK എക്സ്പോർട്ടേഴ്സിന്റെ ഓഫീസിൽ ഒരു വേക്കൻസി വന്നിട്ടുണ്ടെന്ന്. അവർ ചോദിച്ച യോഗ്യത എല്ലാം രാഹുലിനുണ്ട്. പക്ഷേ ആരെങ്കിലും ശുപാർശ ചെയ്യാതെ ജോലി കിട്ടൂല. മോഹനേട്ടന് നരേന്ദ്ര സാറുമായിട്ട് വലിയ അടുപ്പമല്ലേ, മോഹനേട്ടൻ ഒന്ന് സംസാരിക്കുമോ എന്ന് വിദ്യ ചോദിച്ചു. നരേന്ദ്ര സാർ ആള് പരമയോഗ്യൻ. നീ ഈ പറഞ്ഞ രാഹുലിന് കഴിവുണ്ടെങ്കിൽ കൃത്യമായി ജോലി കിട്ടും. അതിന് ഒരു ശുപാർശയും കാര്യമില്ല. അങ്ങനെയല്ല, രാഹുൽ ആള് മിടുക്കനാ. പക്ഷെ നരേന്ദ്ര സാറിന് അത് അറിഞ്ഞൂടല്ലോ. മോഹനേട്ടനൊന്ന് പറഞ്ഞ എന്തോ. രാഹുൽ ആള് മിടുക്കനാണ് എന്ന് വിദ്യാലക്ഷ്മിക്ക് അറിയാമായിരിക്കും, നിനക്കും അറിയാമായിരിക്കും. പക്ഷേ എനിക്കതറിയില്ലല്ലോ. ഒരു വർഷം കേരളത്തിൽ എത്ര പേരാ ഡിഗ്രി പഠിച്ചിറങ്ങുന്നത്? അതിൽ ഒരാൾ മാത്രമാണ് രാഹുൽ. അങ്ങനെ ഒരാൾ യോഗ്യനാണ് എന്ന് ഞാൻ എങ്ങനെ അറിയും? ഒരു കാര്യം ചെയ്യാം, രാഹുൽ വരട്ടെ, ഞാൻ അയാളോട് ഏതാനും ചോദ്യങ്ങൾ ചോദിക്കും. അതിനൊക്കെ കൃത്യമായ മറുപടി തന്നാൽ ഞാൻ രാഹുലിന്റെ കാര്യം നരേന്ദ്ര സാറിനോട് പറയാം. അല്ല, മോഹനേട്ടൻ ഇതിലിപ്പോ എന്ത് ചോദിക്കാനാ? പച്ചക്കറി കയറ്റി അയക്കുന്ന ഒരു കമ്പനി അല്ലേ അത്? അതിനെപ്പറ്റി മോഹനേട്ടൻ എന്തറിയാം? എനിക്കങ്ങനെ ഇന്ന കാര്യം അറിയാം, ഇന്ന കാര്യം അറിയില്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാ കാര്യങ്ങളെ പറ്റി അറിയാം. രാഹുലിനോട് വരാൻ പറയൂ. ആളാവാൻ ഒരു അവസരം കിട്ടിയാൽ അത് പരമാവധി ചൂഷണം ചെയ്യുക എന്നുള്ളതാണല്ലോ മോഹനകൃഷ്ണ സാറിന്റെ ഒരു ശീലം. ഇക്കാര്യത്തിലും ഈ സാറ് അത് തന്നെ ചെയ്തു. കാര്യം നടക്കണമല്ലോ. മോഹനേട്ടൻ വല്ലോ ചോദ്യം ചോദിക്കുവാണെങ്കിൽ ചോദിക്കട്ടെ എന്ന് ഞാനും കരുതി. പക്ഷേ ചോദ്യത്തിന്റെ ആ രീതി എനിക്ക് മനസ്സിലായത് പിറ്റേ ദിവസം രാഹുൽ വന്നപ്പോഴാണ്. ഗുഡ് മോർണിംഗ് സർ, ഞാൻ രാഹുൽ. വിദ്യേച്ചി പറഞ്ഞിട്ട് വന്നതാ. തുടക്കത്തിന്റെ പ്രശ്നമാണല്ലോ. രാഹുൽ ഒരു മലയാളിയാണ്. ഞാനും ഈ നിൽക്കുന്ന എന്റെ ഭാര്യ സത്യഭാമയും മലയാളികളാണ്. നമ്മൾ 3 പേരും ഇപ്പോൾ കേരളത്തിലാണ്. നമുക്ക് മലയാളവും അറിയാം. പിന്നെ എന്തിനാണ് രാഹുൽ ആവശ്യമില്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്? അങ്ങനെയല്ല മോഹനേട്ടാ, രാഹുൽ പോകുന്നത് ഒരു എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്കാണല്ലോ. അവിടെ ചെന്ന പിന്നെ ഇംഗ്ലീഷ് മാത്രമല്ലേ പ്രയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ. സഭയറിന്ത് പേസ് സമയമറിന്ത് പേസ് പേശാമരുന്തും പഴക് എന്നാണ് തിരുക്കുറൾ എഴുതിയിരിക്കുന്നത്. അതായത് നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നല്ല ഓർമ്മ വേണം. നരേന്ദ്ര സാറിന്റെ ആഫീസിൽ ഇംഗ്ലീഷ് പറയാം, ഇവിടെ അത് പറ്റില്ല. സോറി സർ, എനിക്കറിയില്ലായിരുന്നു. അയ്യോ, ഓ സോറി, എന്നോട് ക്ഷമിക്കണം സർ. രാഹുൽ ഏത് വിഷയത്തിലാണ് ബിരുദം? പൊളിറ്റിക്കൽ സയൻസ്. രാഷ്ട്രമീമാംസ. രാഷ്ട്രതന്ത്രങ്ങളൊക്കെ ശരിക്കും പഠിച്ചോ? 90% മാർക്കുണ്ടായിരുന്നു സർ. ഓ, രാഷ്ട്രീയത്തെ പറ്റി രാഹുലിന്റെ അഭിപ്രായം എന്താണ്? അല്ല, ഈ എക്സ്പോർട്ടിംഗ് കമ്പനിയില് എന്തിനാണ് രാഷ്ട്രീയം എന്നല്ലേ? രാഷ്ട്രീയം എല്ലായിടത്തും. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയം മാത്രമല്ല, ഓരോ പ്രവൃത്തിയും ഒരു രാഷ്ട്രീയത്തെ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് രാഹുൽ പഠിച്ചിട്ടില്ലേ? ഉണ്ട്. രാഹുലിന് ഏറ്റവും ഇഷ്ടമുള്ള രാഷ്ട്രീയക്കാരനാരാണ്? ഇങ്ങനെ ചോദിച്ചാ എന്താ? പറയൂ. ഇഷ്ടമുള്ള ഒരു രാഷ്ട്രീയക്കാരനില്ലേ? ഗാന്ധിജി. ഗാന്ധിജിയാണെന്ന് പറഞ്ഞു രാഹുലേ. എന്തിനാ പേടിക്കുന്നത്? ഗാന്ധിജിയുടെ പേര് പറയുന്നോണ്ട് മോഹൻ ഒരു വിരുദ്ധം ഉണ്ടാവില്ല. അല്ല, ഈ ഗാന്ധിജിയെ ഭയങ്കര ഇഷ്ടമാണെന്ന് രാഹുൽ എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മോഹനേട്ടന്റെ ഇഷ്ടം ഏതാണ് എന്നറിയാത്തത് കൊണ്ടാണ് രാഹുൽ പറയാതിരുന്നത്.
ഇക്കാലത്ത് മോഹനേട്ടനെ പോലെ ഗാന്ധിയനും സത്യസന്ധനമായ ഒരാളെ രാഹുലെ കണ്ടിട്ടേ ഉണ്ടാവില്ലല്ലോ, അല്ല രാഹുലെ? അതെ, ഗാന്ധിജി എനിക്ക് വലിയ ഇഷ്ടമാണ്. ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹം ഏതു വർഷമാണ്? കൃത്യമായിട്ട് അങ്ങോട്ട് ഓർക്കുന്നില്ല സാർ. മോഹനേട്ടാ, പച്ചക്കറി കയറ്റി അയക്കുന്ന ഒരു കമ്പനി ജോലിക്ക് പോകാൻ എന്തിനാ ഈ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഡേറ്റ് ഒക്കെ അറിയണേ? ഒരു ഇന്ത്യക്കാരൻ ഏറ്റവും ആദ്യം അറിയേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ് ആ കാര്യം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ആരായിരുന്നു? അറിയില്ല. ഇതൊന്നും അറിയില്ല. എന്നിട്ടാണോ ഒരു വലിയ ഓഫീസ് ജോലിക്ക് പോകുന്നത്? മോഹനേട്ടാ, ഞാൻ ഒന്ന് പറയട്ടെ. നീ ഇതിലിടപെടണ്ട. യൂറോപ്യൻ യൂണിയനിൽ ഇപ്പോ എത്ര രാജ്യങ്ങളുണ്ട്? പോർച്ചുഗലിന്റെ തലസ്ഥാനം ഏതാ? റൊമാനിയയിലെ ഭാഷ ഏതാ? സ്പെയിനിലെ നാണയം ഏതാ? ഏതാ? അറിയില്ല. ഇതൊന്നും അറിയാതെ ഒരു ഡിഗ്രി മേടിച്ചിട്ട് ഇങ്ങനെ നടക്കുക. ഇങ്ങനെ ഒരാളെയാണോ ഭാമേ നീ കേവൻ എന്ന് പറഞ്ഞത്? ഇയാൾക്ക് ഒന്നും അറിയില്ല. ഇയാൾക്ക് വേണ്ടി ഞാൻ ശുപാർശ ചെയ്യുകയുമില്ല. പച്ചക്കറി കയറ്റി അയക്കുന്ന ഒരു കമ്പനിയിൽ ജോലി കിട്ടാൻ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ തീയതി അറിയുന്ന എന്തിനാണ്, രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ചരിത്രം പഠിക്കുന്ന എന്തിനാണ് എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടന്റെ ഉത്തമ. ചോദ്യകർത്താവ് വിശ്രമിക്കായിരുന്നു. ഒന്നിങ്ങോട്ട് വരൂ. വാ. എന്തായാലും ഈ വില്ലേജ് ഓഫീസർ വിസ്തരിച്ച ആളായി രാഹുലിനെ പറഞ്ഞു വിട്ടു. ഞാനാണെങ്കിൽ വിദ്യാലക്ഷ്മിയുടെ മുന്നിലാകെ നാണം കിടുകയും ചെയ്തു. അല്ല, അതിപ്പോ കഴിഞ്ഞ കാര്യമല്ലേ വക്കീലെ? ഇപ്പോഴെന്താ? എന്താ? ഡെപ്യൂട്ടി തഹസിൽദാർ ഹരിദാസ് സാറിന്റെ ചേട്ടന്റെ മോന് ഗാലക്സി കൺസ്ട്രക്ഷനിൽ അപ്രന്റീസ് ആവണമെങ്കിൽ ഞാൻ ഈ സത്യഭാമ ശുപാർശ ചെയ്യണം. ഉത്തമ പറ, ഞാൻ ശുപാർശ ചെയ്യണോ വേണ്ടയോ? അല്ല, ഇതിപ്പോ ഇക്കാര്യത്തിൽ ഇപ്പൊ ഞാൻ എന്തോന്ന് പറയാനാണ്? പ്രത്യേകിച്ചൊന്നും പറയണ്ട. ഇക്കാര്യത്തില് തീരുമാനം എന്റേത് മാത്രമായിരിക്കും. എന്റേത് മാത്രമായിരിക്കും. ഉത്തമന്നത് പുഷ്പാങ്കത്തിലെ കൃത്യം 3 മണിയാകുമ്പോഴേക്കും വക്കീൽ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞാൽ മതി. ഓക്കെ? ശരി. കുറച്ചു മാറൂ. സംഗതി പുലിവാലായി എന്നുള്ള കാര്യം ഉറപ്പാ. വക്കീല് ശുപാർശ ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല. പക്ഷേ ഞാൻ ഹരിദാസാന് വാക്കുകൊടുത്ത് ഒരു ക്ഷമ പറഞ്ഞു നോക്കിയാലേ സാറേ? എന്തിന്? ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. ക്ഷമ പറയുന്ന പ്രശ്നമൊന്നുമില്ല. എങ്കിൽ പിന്നെ ഡെപ്യൂട്ടി തഹസിൽദാരുടെ മുമ്പിൽ സാറ് നാണം കെട്ടത് തന്നെ. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ബാക്കി സാറിന്റെ ബുദ്ധി പോലെ ഇരിക്കും. ഹരിദാസ് സാറ് എന്റെ മേലുദ്യോഗസ്ഥനാണ്. സാർ ഒരു ചെറിയ ആവശ്യം പറയുമ്പോ അത് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതെന്റെ കഴിവുകേടായിട്ടില്ലേ കാണും. വിദ്യാലക്ഷ്മി എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ്. അവളൊരു നിസ്സാര ആവശ്യം പറഞ്ഞിട്ട് അത് സാധിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ. അല്ല, അതും ഇതും കൂടെ കൂട്ടിക്കുഴക്കേണ്ട കാര്യമില്ലല്ലോ. അതും ഇതും ഒരേ കാര്യം മോഹനേട്ടാ. ഞാൻ കൂട്ടിക്കുഴയ്ക്കാതെ തന്നെ അത് കുഴയും. പക്ഷെ പ്രിയദർശൻ നല്ല മിടുക്കൻ ചെറുപ്പക്കാരനാണ്. യോഹന്നാൻ കോൺട്രാക്ടർക്ക് അവനെ കൊണ്ട് ഭയങ്കര ഗുണമേ ഉണ്ടാവും. അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ പിന്നെ പ്രിയദർശൻ നേരിട്ടങ്ങ് ചെന്നാ മതിയല്ലോ. യോഹന്നാൻ കോൺട്രാക്ടർ അപ്പൊ തന്നെ ജോലി എടുത്ത് അങ്ങ് കൊടുക്കുമല്ലോ. പക്ഷേ പ്രിയദർശൻ ആള് മിടുക്കനാണ് എന്ന് യോഹന്നാൻ കോൺട്രാക്ടർക്ക് അറിയില്ലല്ലോ. അത് പറയാനായിട്ടൊരാള് വേണ്ടേ? അതായത് പ്രിയദർശന് വലിയ സംഭവമാണ്, അവന് ജോലി കൊടുക്കണമെന്ന് ഞാൻ പറയണം. അത്രേ ഉള്ളൂ. ഇതിനെയാണ് പച്ച മലയാളത്തിൽ നമ്മൾ ശുപാർശ എന്ന് പറയണത്. എന്താ പ്രശ്നം എന്നറിയോ മോനട്ടാ? ഈ പ്രിയദർശൻ വലിയ ആളായിരിക്കും, മിടുക്കനുമായിരിക്കും. ഹരിദാസ് സാറിന് അതറിയാം, മോഹനേട്ടനും അതറിയാം. പക്ഷെ എനിക്കതറിഞ്ഞൂടല്ലോ. ഒരു വർഷം കേരളത്തിൽ എത്രയോ പേര് എഞ്ചിനീയറിംഗ് പാസ്സാകുന്നു. പറഞ്ഞു കേട്ടത് വെച്ച് നോക്കിയാൽ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് എഞ്ചിനീയർമാരാ. അതിലൊരാളാണ് ഈ പറയുന്ന പ്രിയദർശനം. ആ പ്രിയദർശൻ ആള് ഗെയിമനാണെന്ന് ഞാൻ എങ്ങനെ അറിയാനാ മോനട്ട്? ഒരു കാര്യം ചെയ്യും, പ്രിയദർശൻ വരട്ടെ, ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യത്തിനെല്ലാം അയാൾ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ശുപാർശ ചെയ്യാം. നീ
നീ എന്ത് ചോദിക്കാനാ? അങ്ങനെ സിവിൽ എഞ്ചിനീയറിനെ പറ്റി അറിയാം. ഓഹോ, ഈ കെട്ടിടം പണിയുന്നതും പാലം പണിയുന്നതും റോഡ് ഉണ്ടാക്കുന്നതും ഒക്കെ ആണല്ലോ ഈ സിവിൽ എഞ്ചിനീയർമാരുടെ പണി. റോഡിലൂടെയും പാലത്തിലൂടെ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളാണ് ഞാൻ. ഒരു കെട്ടിടത്തിൽ താമസിക്കുന്നു, മറ്റൊരു കെട്ടിടത്തിൽ ജോലി ചെയ്യുന്നു. അപ്പൊ പിന്നെ കെട്ടിടങ്ങളെ പറ്റി എനിക്കറിയാം. ഒരാളിൽ ഒരു 4 ചോദ്യം ചോദിക്കുന്നതിന് അത്ര അറിവ് മതി എന്റെ മോനട്ടാ. പക്ഷെ നീ എന്ത് ചോദ്യം ചോദിക്കാൻ പോന്നെ? എന്ത് ചോദ്യം ചോദിക്കാൻ പോന്നെ? ഈ പുസ്തകത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അതിൽ നിന്നൊക്കെ ചോദിക്കാം. ഒന്ന് ശല്യപ്പെടുത്താതെ പോവോ? ഞാൻ കുറച്ച് ചോദ്യങ്ങൾ നോക്കി വെക്കട്ടെ. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ 498 എന്താണ് എന്ന് ചോദിച്ചാലോ? എന്ത്? അതും എഞ്ചിനീയറിംഗ് തമ്മിൽ എന്താ ബന്ധം? ഉണ്ടല്ലോ മോനേട്ടാ, എഞ്ചിനീയർമാരാണല്ലോ ഈ വീട് പണിയുന്നത്. ആ വീട്ടിലാണല്ലോ നമ്മളെല്ലാം താമസിക്കുന്നത്. അങ്ങനെ താമസിക്കുന്ന കൂട്ടത്തിൽ ഭാര്യയും ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും എല്ലാം ഉണ്ടാവും. സെക്ഷൻ 498 IPC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാർഹിക പീഡനത്തിനെതിരെയുള്ള വകുപ്പാ. ഒരു സ്ത്രീയെ അവളുടെ ഭർത്താവ് ശാരീരികമായോ മാനസികമായോ പീഡിപ്പിക്കുക എന്നുള്ളതാണ് സംഭവം. മാനസിക പീഡനം പലതരത്തിലുണ്ടേ. അതായത് ഭാര്യയുടെ സുഹൃത്തുക്കളെയും പരിചയക്കാരെയും അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ച് പരിഹസിക്കുക, ഭാര്യയ്ക്ക് വിവരമില്ല എന്ന് പറയുക, ഭാര്യയെക്കാട്ടിലും കേമൻ ഞാനാണ് എന്ന് ആവർത്തിക്കുക, ഇതൊക്കെ കേസാണ്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 498 വകുപ്പ് പ്രയോഗിക്കപ്പെടാൻ സാധ്യതയുള്ളതാണ് എല്ലാ വീടുകളും. ആ വീടുകളെല്ലാം എഞ്ചിനീയർമാരെ പണിതാണല്ലോ. അപ്പൊ പിന്നെ എഞ്ചിനീയർമാർ 498 വകുപ്പിനെ പറ്റിയും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. യൂറോപ്പിലേക്ക് പച്ചക്കറി കയറ്റിക്കുന്ന കമ്പനിയിൽ ജോലി അന്വേഷിച്ച് ചെല്ലുന്നവന് ഉപ്പ് സത്യാഗ്രഹത്തിന് ഡേറ്റ് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്ന അതേ ന്യായം തന്നെ. ഹലോ. ചേച്ചി, ഞാനാ രാഹുൽ. ആ, എന്താ രാഹുൽ? അത് ചേച്ചി, എനിക്ക് ജോലി കിട്ടി. ഏ? ആർക്ക് എക്സ്പോർട്ടേഴ്സ് തന്നെയാ. ആണോ? ഇന്നലെ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ വൈകി, അതാ ഞാൻ ചേച്ചിയെ വിളിക്കാതിരുന്നത്. അന്ന് മോഹൻ സാർ എന്നോട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നില്ലേ? സാറ് ചോദിച്ചതുകൊണ്ട് ഞാൻ വെറുതെ എന്റെ ഉത്തരങ്ങളൊന്നും നോക്കി വെച്ചു. ചേച്ചി പറഞ്ഞാ വിശ്വസിക്കില്ല, ഇന്റർവ്യൂവിന് ചോദിച്ചത് അതേ ചോദ്യങ്ങളായിരുന്നു. എല്ലാത്തിനും ഞാൻ മണി പോലെ ഉത്തരങ്ങൾ നൽകി. ഇന്റർവ്യൂവിന് വന്നൊരു അന്തം വിട്ടുപോയി. എല്ലാ ഉത്തരങ്ങളും ശരിയാക്കിയത് ഞാൻ മാത്രമാ. ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ തന്നെ അവരെന്നോട് പറഞ്ഞു ജോലി എനിക്കാണെന്ന്. നാളെ ജോയിൻ ചെയ്യാനാ പറഞ്ഞിരിക്കുന്നേ. മോഹനാക്ഷ സാറിനോട് എന്റെ നന്ദി അറിയിക്കണം. നാളെ ജോയിൻ ചെയ്തിട്ട് ഞാൻ സാറിനെ വന്ന് കണ്ടോളാം. ശരി, ആയിക്കോട്ടെ. ഓ ശരി ചേച്ചി. രാഹുലായിരുന്നു മോനട്ടാ. രാഹുലിന് ആർക്ക് എക്സ്പോർട്ടേഴ്സ് ജോലി കിട്ടിയെന്ന് നാളെ തന്നെ വന്ന് ജോയിൻ ചെയ്താലും പറഞ്ഞു. അല്ല, അത്ഭുതം അതല്ല മോനട്ടാ. അന്ന് രാഹുൽ വന്നപ്പോ മോഹനട്ട കുറെ ചോദ്യങ്ങൾ ചോദിച്ചില്ലായിരുന്നു? അതേ ചോദ്യങ്ങൾ തന്നെയാണ് ഇന്റർവ്യൂവിനും ചോദിച്ചതെന്ന്. മോഹനട്ടനുള്ള ദേഷ്യത്തിന് ആ ചോദ്യത്തിന്റെ ഒക്കെ ഉത്തരം രാഹുൽ പഠിച്ചു വെച്ചു. അതിപ്പോ ഭാഗ്യമായെന്നാ രാഹുൽ പറഞ്ഞത്. അതൊരു ഭാഗ്യമല്ല, വെറും ചില കണക്കുകൂട്ടലുകളായിരുന്നു. കണക്കൂട്ടലോ? ഭാമേ, ഞാൻ ശുപാർശ ചെയ്താൽ ഒരു പക്ഷേ നരേന്ദ്രൻ സാർ രാഹുലിന് ജോലി കൊടുക്കുമായിരിക്കും. പക്ഷേ അതിലും നല്ലത് രാഹുൽ ഇന്റർവ്യൂവിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു എടുക്കാനാകുന്നതല്ലേ. നരേന്ദ്രൻ സാർ പഴയ പട്ടാളക്കാരനാണ്. അതുപോലെ ഗാന്ധിജിയെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരാളും. ഒരു ചോദ്യം ഗാന്ധിജിയെ പറ്റി ഉണ്ടാകും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി. ഉപ്പ് സത്യാഗ്രഹത്തെ പറ്റി എന്നോട് പല പ്രാവശ്യം സംസാരിച്ചിട്ടുള്ളത് കൊണ്ട് അതായിരിക്കും ചോദ്യമെന്ന് എനിക്ക് തോന്നി.
ശ്ശോ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത് ഹിറ്റ്ലറെ തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നു പുള്ളിയുടെ നടക്കാതെ പോയ സ്വപ്നം. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഹിറ്റ്ലർക്കെതിരെ യുദ്ധം ജയിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ നരേന്ദ്ര സാറിന്റെ ആരാധനാപാത്രമായിരുന്നു. ആഹാ. അതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യവും ഞാൻ പ്രതീക്ഷിച്ചു. പിന്നെയുള്ളതെല്ലാം ജോലിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരുന്നു. RK എന്റർപ്രൈസസ് പച്ചക്കറി കയറ്റി അയക്കുന്നത് യൂറോപ്പിലേക്കാണ്. അപ്പോ യൂറോപ്യൻ യൂണിയനെ പറ്റിയും യൂറോപ്പിലെ രാജ്യങ്ങളിലെ തലസ്ഥാനങ്ങളെ പറ്റിയും ഭാഷയെ പറ്റിയും നാണയത്തെ പറ്റിയൊക്കെ അറിഞ്ഞിരിക്കണ്ടേ നമ്മൾ? അതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾ ചോദിച്ചു. രാഹുലിന് ജോലി കൊടുത്ത കാര്യം ഇന്നലെ തന്നെ നരേന്ദ്ര സാർ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. ആഹാ. നിനക്കൊരു സസ്പെൻസ് ആകട്ടെ എന്ന് കരുതി ഞാൻ പറയായിരുന്നതാ. മോഹനേട്ടാ, മോഹനേട്ടൻ ഞാൻ വിചാരിച്ചതിനെക്കാട്ടൊക്കെ ഭീകരനാണ് കേട്ടോ. ഒരു കൊടും ഭീകരൻ. ആ, ഈ പ്രിയദർശനം വരുമ്പോൾ ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ എന്തായി? ഓ, എന്ത് ചോദിക്കേ? യോഹന്നാൻ കോൺട്രാക്ടറെ ഇങ്ങനെ വിളിച്ച് പ്രിയദർശന് ഒരു ജോലി കൊടുക്കൂ എന്ന് പറയുന്നു. എങ്ങനെയുണ്ട്? ഇതാണ് കുഴപ്പം. ചില നേരത്ത് വില്ലേജ് ഓഫീസറുടെ മനസ്സിലിരിപ്പ് ദൈവത്തിന് പോലും മനസ്സിലാവില്ല. വക്കീലിന്റെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറം പറന്ന മോഹനകൃഷ്ണന് അഭിവാദ്യമർപ്പിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.